കശ്മീരിൽ ഇന്ത്യ മുന്നണി നേടാൻ പോകുന്നത് വൻ വിജയമായിരിക്കും എന്നൊരു റിപ്പോർട്ട് വന്നതോടെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി മത്സരത്തിൽ നിന്നും പിന്മാറി. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒന്നിച്ചതോടെ അതാണ് ജമ്മു കാശ്മീർ ഭരിക്കാൻ പോകുന്നതെന്നും BJP-ക്കൊപ്പം സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തനിക്ക് ലഭിക്കാൻ പോകുന്നത് കനത്ത തിരിച്ചടിയായിരിക്കുമെന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ട് PDP നേതാവായ മുഫ്തി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയാണ്. ഒരു നാടിന്റെ നിയമങ്ങളും അധികാരങ്ങളും പാടെ തകർത്ത് കളഞ്ഞ BJP-യോടൊപ്പം അധികാരത്തിലിരുന്ന PDP-ക്ക് BJP-യോടുള്ള അതേ പ്രതിഷേധം തന്നെ കാശ്മീരിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടം. പക്ഷേ BJP എന്ന പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്ന ചില ഹൈന്ദവ വോട്ടുകളുണ്ട്. അതുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. എങ്കിലും ആദ്യമുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം BJP-യും അവസാനിപ്പിച്ച മട്ടാണ്. ഒരിക്കൽ BJP-യുമായി സഖ്യമുണ്ടാക്കുകയും കശ്മീരിന്റെ എല്ലാ ഭരണതന്ത്രങ്ങളും മനസ്സിലാക്കാൻ BJP-യെ സഹായിക്കുകയും ചെയ്ത PDP-യാണ് യഥാർത്ഥത്തിൽ കാശ്മീരിന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കാൻ BJP-ക്ക് കൂട്ടുനിന്നതെന്ന് സംസ്ഥാനം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ PDP വിരുദ്ധ വികാരം ജമ്മു കാശ്മീരിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പാർട്ടിയായിട്ട് പോലും PDP-യെ അടുപ്പിക്കാതിരുന്നത്. അത് സത്യമാണെന്നറിയാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ മെഹബൂബ മുഫ്തി മാറി നിൽക്കുന്നത്. ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ല എന്ന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷ മെഹബൂബ മുഫ്തി വ്യക്തമാക്കിയത് ഇങ്ങനെ പല സൂചനകളും നൽകിക്കൊണ്ടാണ്. അതിലൊന്നാണ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ വലിയ മുന്നേറ്റം. താൻ മുഖ്യമന്ത്രിയായാലും കേന്ദ്രഭരണ പ്രദേശത്ത് പാർട്ടിയുടെ അജണ്ട നിറവേറ്റാൻ തനിക്ക് കഴിയില്ല എന്നുള്ളൊരു ന്യായം പറഞ്ഞുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന പ്രഖ്യാപനം നടത്തിയത്. അതൊരു സ്വയം കീഴടങ്ങൽ തന്നെയാണ്. 10,000-ഓളം പേർക്കെതിരെയുള്ള FIR റദ്ദാക്കിയ BJP-ക്കൊപ്പമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഞാനെന്ന് സമ്മതിക്കുകയാണവർ. ഏതായാലും PDP-യുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 അതുപോലെ 35A എന്നിവ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടി നടത്തുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ നടത്തുമെന്നും കശ്മീരി പണ്ഡിറ്റുകളുടെ കശ്മീർ താഴ്വരയിലേക്കുള്ള തിരിച്ചുവരവ് ഉറപ്പാക്കുമെന്നും PDP അതിൽ പറയുന്നു. പക്ഷേ ആ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തൻ്റെ ഇടം അവർ കാണിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഇതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ജമ്മു കാശ്മീരിൽ BJP-ക്കെതിരെ ഉയരുന്ന പ്രതിഷേധം BJP-യുടെ ചങ്ങാതിമാർ എന്ന നിലയിൽ തങ്ങളിലേക്കും ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഒപ്പം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം PDP-യെ ഒഴിവാക്കിയ സ്ഥിതിക്ക് BJP വിരുദ്ധ വോട്ടുകൾ ഒന്നുപോലും കിട്ടില്ല. അതുകൊണ്ട് മാറി നിൽക്കുക മാത്രമാണ് നല്ലതെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു.